ഇത് ഞാൻ ഇവിടെ വെക്കും. അല്ല, ഇതൊക്കെ എന്ത് കല്ലുകളിയാടാ? ഇതാണ് കല്ലുകളി. ആ കല്ലുകളൊക്കെ ട്രിവാൻഡ്രത്താണ്. അവിടെ 1.5 കിലോന്റെ കല്ലുകൊണ്ട് ഇങ്ങനെ നീക്കി കളിച്ചത്. എന്തോ ഒരു രസമാണ് കല്ല് കാണാം. ഇതാരാ നോക്കിയ? ഈ നാടിന് ഒരുപാട് മാറ്റം വന്നിക്കണു. വെരി ബിഗ് ചേഞ്ച്. ഇജാന്റെ ഇംഗ്ലീഷ് കുറച്ച് നിർത്തിക്കോ. പോക്കര് കണ്ട മത്തി എന്റെ തൊള്ളത്തിരിക്കും. ഇല്ല, ഞാനതൊക്കെ എപ്പോഴോ വിട്ടു. ഈ ഇംഗ്ലീഷുകാരുമായിട്ട് ഇടവൈകിന്റെ ശീല. ഐദ്രുമാനെ, എന്തൊക്കെയുണ്ട് എന്റെ ഗൾഫ് വിശേഷങ്ങള്? മലയാളത്തിലാണെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. ഞാൻ പിടുത്തത്തിൽ പെടുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷുകാരെ വീട്ടിലേന്നു. അവിടെ എന്തേനു എനിക്ക് പണി? അവിടെ പണിയൊന്നുമില്ലേന്നു. കുട്ടികളേറ്റ് കളിച്ചാൽ മാത്രം മതി. അതിന് എനിച്ചു ശമ്പളം. കളിക്കണേന് ശമ്പളം? എന്താ കളി? അവിടുത്തെ ഇംഗ്ലീഷുകാരെ കുട്ടിയാക്ക് ഒരു കുട്ടിയാനെ കളിക്കാൻ കിട്ടണമെന്ന് വലിയ ആഗ്രഹം. അവിടെ എവിടെയാ ആന? ആ സമയത്താണ് കുട്ടികളെ തന്തസായി പിന്നെ കാണുന്നത്. കുട്ടികളെ സ്കൂളിട്ട് വന്നാലും സ്കൂളില്ലാത്ത ദിവസങ്ങളിലും കയ്യും കാലും കുത്തി ആന കളിക്കലായിരുന്നു എനിക്ക് ജോലി. ചെന്ന അന്ന് തന്നെ റൂമിലില്ല നമ്മളെ നാട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലേ നിന്റെ പണി. റൂമിലെ 16 ആൾക്കാർക്ക് ഞാൻ ചെല്ലിണീൻ്റെ മുമ്പ് വെച്ചിരുന്ന കോഴി സാധനങ്ങളൊക്കെ ഞാൻ ചെന്നതിന് ശേഷം തികയാതെയായി. ചോറ് തികയില്ല, കൂട്ടാൻ തികയില്ല, അങ്ങനെ ഓരോ പരാതി. അതിനെന്താ, ഓലിഞ്ഞൊഴിവാക്കി. അതെ, ഓൽക്ക് ഗൾഫോട് കിട്ടുന്ന ജീവിത സമ്പാദ്യമൊക്കെ ഇരിക്ക് തിന്നാൻ തന്ന് കളയാൻ സമ്മതല്ലാന്ന്. അങ്ങനെ ഒരു അഭിപ്രായം. ഇഞ്ചെ ഈ തടിയും ഗ്ലാമറും ഒക്കെ എനിക്ക് അവിടുന്നാ കിട്ടിയത്. ഇത് കണ്ടിട്ടാണ് ഇംഗ്ലീഷുകാരെ സാഹിബിനെ കുട്ടിയാനാക്കിയത്. എന്താ എല്ലാരും പാടെ ഐദർമാന്റെ പുളുവടിയും കെട്ടി ഇങ്ങനെ ഇരിക്കാണ് തോന്നുന്നത്? പുളുവടിക്കാര് അതല്ലാതെ തന്നെ ഇവിടെ നാട്ടില് വേറെ ഉണ്ടല്ലോ. ശരി, ഞങ്ങള് കളിക്കാൻ പോട്ടെ. അപ്പൊ നമ്മളിവിടെ നമ്മളത്തെ കളി നമ്മളാ മോൻ. നീക്ക് നീക്ക്. അല്ല, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നാ മമ്മദേ, ഞാൻ പോട്ടറാ. അല്ലോ